വജ്ര രചന ഹിമാനവി അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ചുവന്ന പട്ടിന്റെ ബ്ലൗസിൽ ആ കരിമ്പച്ച തിളക്കം അവൾക്ക് ഏറെ ഇണങ്ങുമെന്ന് രാവേറെ നീണ്ടിരുന്ന സംസാരത്തിലെപ്പോഴോ ഒരിക്കലും അവൻ തന്നെയാണ് പറഞ്ഞത്. അതോർത്തു വെച്ച് അമ്മയ്ക്കൊപ്പം ഷോപ്പിംഗ് പോയൊരു ദിവസം വാങ്ങിവെക്കുമ്പോൾ മനസ്സ് നിറയെ എബി തന്നെ ഈ വേഷത്തിൽ കാണുന്ന നിമിഷത്തിന്റെ തരിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സമ്മതമറിയിക്കാൻ അമാദിക്കാതിരുന്നത്. പാത്തുവിന്റെ വിശേഷ ദിവസത്തിൽ ഇത് ഉടുക്കില്ലെന്നാണ് ഉറപ്പിച്ചിരുന്നത് മുമ്പ്. കാരണം പ്രണവും എബിയും തമ്മിലുള്ള പ്രശ്നങ്ങളും വഴക്കും കൊണ്ട് ബഷിക്ക് എബി ഒരിക്കലും ക്ഷണിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഉടുത്തൊരുങ്ങി നിന്നിട്ടെന്തിനാ? കാണേണ്ടത് അഭിപ്രായം പറയേണ്ടതുമായിട്ടുള്ള ആളില്ലാതെ എന്തിനിതൊക്കെ വാരിച്ചുറ്റി നിൽക്കണം എന്നായിരുന്നു ഉള്ളില്. പക്ഷെ ഇപ്പൊ കഥയെ മാറിപ്പോയില്ലേ? പ്രണവിന്റെ അംഗീകാരം എബിയോട് മുഷിപ്പില്ലാതെ അവൻ ചേർന്ന് നിൽക്കുന്നവനും മടിച്ചാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് മിണ്ടുന്നതെല്ലാം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിൽ തുള്ളിക്കുന്നുണ്ട് മനസ്സിനെ. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രണവെല്ലാം മനസ്സിലാക്കാൻ തയ്യാറായി തെറ്റിയിരുത്താൻ പ്രയത്നിക്കുമ്പോൾ ഭയമില്ലാത്ത ടെൻഷനില്ലാത്ത ഒരു ആശങ്കമില്ലാത്ത എബിയെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ അപ്പോൾ അനുഭവിക്കുന്ന സമാധാനം അതെത്രയാണെന്ന് പറയാനറിയില്ല. എല്ലാം പതിയെ ശാന്തമാവുകയാണ്. പ്രണവിനോട് മുമ്പുണ്ടായിരുന്ന സ്നേഹം അതേ അളവിലേക്കെത്താൻ ഇനി അധികം ദൂരമുണ്ടാവില്ല. അവന്റെ പതിഞ്ഞ ചിരി കാണുമ്പോൾ ഇപ്പോൾ അതിശയമാണ്. വളരെ പക്വതയോടെയാണ് ഓരോ ചലനങ്ങൾ പോലും. മുൻപിൻ നോക്കാതെ എടുത്തടിച്ച പോലെ മുന്നിൽ നിൽക്കുന്ന ആരെന്ന് പോലും നോക്കാതെ തന്റെ കാര്യത്തിൽ സ്വാർത്ഥനായിരുന്നവൻ ഇപ്പോൾ തനിക്ക് വേദനിക്കുമോ, തന്റെ മനസ്സ് ഓക്കെയാണോ, തനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചാണ് താനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. എന്നെ പ്രണവായിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അതെ, ഞാൻ ഏത് പ്രണവിനെ ആഗ്രഹിച്ചോ ആ രീതിയിലേക്ക് മാറാൻ തുടങ്ങിയല്ല അവൻ. എബിയോട് അവൻ എപ്പോഴോ മിന്നായം പോലെ ചിരിക്കുന്നുണ്ട്. അത് പറഞ്ഞ് സന്തോഷിച്ച തന്നെ ഒരു രാത്രിയോടെ എബി ചിരിയോടെ കേട്ടിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് ഒരടിച്ചുപൊളി ഉമ്മതായോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പിടഞ്ഞ കോള് കട്ട് ചെയ്ത് അവനെ ഉറക്കാൻ വിട്ടത്. ചിരിയോടെ നാണത്തോടെ തലയിണിൽ മുഖം പൂഴ്ത്തി ചിരിക്കുമ്പോൾ ഉടനെ വോയിസ് മെസ്സേജ്. അതെ, വെറുതെ ചിരിച്ചെന്നെ ടെംപ്റ്റ് ചെയ്ത് മോഹഭംഗത്തിന്റെ എവറസ്റ്റിൽ കൊണ്ടിട്ട ജാടക്കാരി കൊച്ചമ്മണി കിടന്നുറങ്ങടി. നീ ഇപ്പൊ തലയണതിന്ന് എനിക്ക് കാണാം. നോയിക്കോ, അടുത്ത് തന്നെ ഞാൻ ആ സമ്മാനം വായിക്കും. കേട്ടോടി, എബിൻ തോമസിന്റെ കൊച്ചു ത്രേസ്യ കൊച്ചേ, എന്റെ മാത്രം കൊച്ചേ. അത്രമേൽ ആർദ്രമായി അവസാന വാചകരികിൽ വന്ന് ഇന്ന് മുഖം കൈക്കുമ്പിലെടുത്ത് പറയും പോലെയായിരുന്നു അവന്റെയാണെന്ന് അധികാരത്തോടെ പറയുന്ന ആ ശബ്ദം. അതിന്റെ താളം ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയ മിന്നൽ പിണറുകൾ ഹൃദയത്തിന്റെ നാലറകളിൽ തട്ടി ധമനികളിൽ പ്രകമ്പനമുണ്ടാക്കി കൺപീലികളെ ചായസി കിടത്തി. നീ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഇതുവരെ? അപ്പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് മധുരതരമായ ചിന്തകളിൽ നിന്നുണർന്ന്. ചുണ്ടിലലയുന്ന ചിരി പോവാതെ മായാതെ ഒളിച്ചു മാറി അങ്ങനെ കളിക്കുന്നു. നാളെ എനിക്കൊരു സമ്മാനം വേണം, ഒത്തിരി മധുരമുള്ള സമ്മാനം. നെഞ്ചിരിപ്പ് കാതിലേക്ക് വരെ എത്തി. അവന്റെ കണ്ണിലിപ്പോൾ അവന് പോലും തടുക്കാനാവാതെ ഹൃദയത്തിലെ സ്നേഹവും പ്രണയവും 5 വർഷം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹത്തെ പുറത്തേക്ക് ഒഴുക്കിവിടാൻ ത്രസിക്കുന്ന ആ മനസ്സ് തൊട്ടറിഞ്ഞ് ഉന്മാദത്താൽ പൊട്ടിത്തരിക്കുന്നുണ്ട് നെഞ്ചകം. ഒരുപക്ഷെ പ്രണവിന്റെ അംഗീകാരം അത്രമേൽ തങ്ങളുടെ പ്രണയത്തിന് ശക്തി പകരുന്നുകൊണ്ടാണോ, കൂടുതൽ നിറം ചാർത്തുന്നു എന്നാണോ? അതാണോ മനസ്സിൽ ഇത്രമേൽ ഉന്മാദം പകരുന്നത്? ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ, കണ്ണുകൾ കൊരുത്തിടാൻ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ 10 മടങ്ങ് കൊതി കൂടുന്നു. ആകെപ്പാട് ഒരു വിറയിൽ ആടുവെച്ച് കാണുമ്പോൾ എബിന്റെ മുഖത്ത് ആശ്ചര്യം കാണാൻ, ആ ചിരി കാണാൻ ഉള്ളം വല്ലാതെ ധൃതി കൂട്ടുമ്പോൾ ചോദിച്ച സമ്മാനത്തിന്റെ നിലവ് വന്ന് പരിഭ്രമത്തിലാഴ്ത്തി ഉടൽ വിയർപ്പിക്കുന്നുണ്ട്. മോൾക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട്, എന്റെ കണ്ണിനെ തട്ടൂലോ. വിരൽ തുമ്പിൽ കൺകോണിൽ നിന്ന് കരിമഷിയെടുത്ത് ചെവിക്ക് പുറകിൽ തൊട്ട് ചെറുചിരിയോടമ്മ പറഞ്ഞു കേട്ട് മൂക്കും ചുണ്ടും ചുളിച്ച് കുറുമ്പോടെ ചിരിക്കുമ്പോൾ എബി എന്തു പറയുമെന്ന് കേൾക്കാനുള്ള കൊതി പാരമ്യതയിലെത്തിയിരുന്നു. അമ്മയും അച്ഛനും കുറച്ചു കഴിഞ്ഞേ ഇറങ്ങുള്ളൂ. എബിനൊപ്പം അവിടെ ചെന്നിറങ്ങാൻ ഇപ്പൊ കഴിയില്ല. അച്ഛനോടും അമ്മയോടും പറയാനൊരുങ്ങുന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായ പരസ്യമായുള്ള യാത്രയൊക്കെ പറ്റൂ. പ്രണവ് വരില്ലേ നിന്നെ കൂട്ടാൻ, അതോ നീ ഒറ്റക്ക് പോവോ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പോൾ ഒറ്റക്കാണ് പോകുന്നതെന്നുള്ള മറുപടി കേട്ട് നെറ്റി വിളിച്ചു നോക്കിയ അമ്മ, പിണങ്ങിയ രണ്ടാളും നീ എന്റെ മോനെ വിഷമിപ്പിച്ചോടി എന്നൊക്കെ ചോദിക്കുന്ന കേട്ട് ചങ്കൊന്ന് പെടഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതാണ്, ഇനി അതൊന്നും ഓർക്കാൻ കൂടി പറ്റില്ല. ഹൃദയത്തിനും തലച്ചോറിനും പുളിച്ചത് കെട്ടി പുറത്തേക്ക് തെറിച്ച് വീണ്ടും വാരി കഴിക്കുന്ന പോലെ അസഹനീയമായ അരോചകമായ ഓർമ്മകൾ. പ്രണവ് തെറ്റിതിരുത്താൻ ശ്രമിക്കുകയാണ്. അതേ ചിന്തിക്കുന്നുള്ളൂ, അതേ ഓർക്കുന്നുള്ളൂ. ഇവർക്ക് മുമ്പിൽ ഇനി ആ സത്യം തുറക്കാൻ പാടില്ല. അവന് വെറുപ്പോടെ അവർ നോക്കിക്കൂടാ. എന്റെ പ്രണവനെ മനസ്സിലാക്കിയില്ലേ, കുറ്റബോധത്തിൽ ഉഴറുന്നില്ലേ, അത് മതി, അതിങ്ങനെ അവസാനിക്കട്ടെ. പക്ഷെ ആദ്യത്തെ പോലെ ഇടപഴകാൻ ഒരു വിമുഖത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുമിച്ച് പോണോ എന്നൊക്കെ ചിന്തിച്ച സമയത്താണ് അവൻ ഇങ്ങോട്ട് വിളിച്ച് നേരത്തെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞത്.
അവൻ പുലർച്ചെ പക്ഷിക്കൊപ്പം സൽക്കാരത്തിന്റെ എന്തൊക്കെയോ പർച്ചേസിങ്ങിന് പോവുകയാണെന്ന്. ചുണ്ടിലൊരു സൗമ്യമായ ചിരി തെളിഞ്ഞു. മനഃപൂർവ്വം ഒഴിവാക്കിയതാണവൻ. ഒരുമിച്ചുള്ള ആ ബൈക്ക് യാത്ര തനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാണ്. അവന് തെറ്റിദ്ധരിക്കുമെന്ന പേടിയാണ്. നീ വാടാ എന്ന് പറയും മുമ്പേ മറുപടി കാക്കാതെ സൂക്ഷിച്ചു വരണടി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എന്തോ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനമാണ്. എൻ്റെ പ്രണവ്, ഞാൻ ഒരു തരത്തിലും വേദനിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രണവ്. ഇതായിരുന്നില്ല എൻ്റെ പ്രതീക്ഷ, എൻ്റെ ബലം ആയിരുന്നു. എബി അംഗീകരിച്ച്, എൻ്റെ സ്നേഹം അംഗീകരിച്ച്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായി, സഹോദരനായി എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രണവ്. ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി സുന്ദരിയായിട്ടുണ്ടെന്ന് ഒന്നുകൂടി വിലയിരുത്തി ചിരിയോടെ പുറത്തേക്ക് നടന്നു. എപ്പോഴാ പോകുന്നേ, ഇറങ്ങിയോ, ഞാൻ വഴിയിൽ നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചുള്ള എബിയുടെ കുറേയധികം മെസ്സേജുകൾ നോക്കി ചുണ്ടുകൂട്ടി മുഖം ചുളി ചിരിച്ചു. അങ്ങെത്തിയിട്ട് ഇനി കാണാട്ടോ. നേരത്തെ ശബ്ദത്തിൽ കുറുമ്പോടെ തിരികെ മറുപടി അയച്ച് വീണ്ടുകളിലേക്ക് നടന്നു. ബഷീറിനൊപ്പം സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കുമ്പോഴും പ്രണവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ഗേറ്റിനരികിലേക്ക് പാഞ്ഞു. ആളെ കാണാഞ്ഞു നെഞ്ച് പിടക്കുന്നുണ്ട്. കൂട്ടിക്കൊണ്ടുവരുമെന്ന് മോഹമില്ലായിട്ടല്ല, അങ്ങേയറ്റത്തെ കൊതിയുണ്ട് അരിയിലെത്താൻ. പക്ഷെ പാടില്ല. ആൾക്ക് ഇനിയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൂടാ. തന്റെ ഉള്ളിൽ ഇപ്പോഴും ആളോടുള്ള ഇഷ്ടത്തിന് ഒരു തരി പോലും കുറവ് വന്നിട്ടില്ലെന്ന് തന്റെ മനസ്സാക്ഷിക്കില്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. ശാസിച്ച് നിർത്തിയിരിക്കുന്ന ആ ഇഷ്ടം തന്നെ നിയന്ത്രണം മുറിച്ച് പുറത്തിയാടിയാൽ എൻ്റെ വജ്രം തകർന്നു പോകും. ആളെ വേദനിപ്പിക്കാൻ വയ്യ. അകന്നു മാറി നിൽക്കുമ്പോൾ, അകൽച്ച കാണിക്കുമ്പോൾ പതിയെ മനസ്സ് പാകപ്പെടും. ഉള്ളിലെ ഇഷ്ടം മറക്കുമെന്നല്ല, തനിക്ക് മാത്രമുള്ള ആ ഇഷ്ടത്തിൽ ഒറ്റക്കൊരു തുരുത്ത് മേഞ്ഞ് വേദനയില്ലാതെ, പരാതിയില്ലാതെ, വാശിയില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ലോകമുണ്ടാക്കി ജീവിക്കും. ആൾ തിരിച്ചറിയുമെന്ന കാത്തിരിപ്പോടെ. അതിനുമുണ്ടൊരു സുഖം. അല്ലാതെ നീ പറയും പോലെ, നിങ്ങളെല്ലാവരും പറയും പോലെ നിന്നെ മറന്ന്, നിന്നോടുള്ള പ്രണയം മറന്ന് ജീവിക്കാൻ പ്രണവിന് കഴിയില്ലടി. കണ്ണിലൂറിയ നീർക്കണം തുടയിലേക്ക് ഇറ്റി വീണതും അകത്തേക്ക് കൊണ്ടുവെക്കാൻ കയ്യിലെടുത്ത സാധനങ്ങൾ ധൃതിയിൽ വണ്ടിയിലേക്ക് തന്നെ വെച്ച് മുണ്ടിന്റെ ഓരം കൊണ്ട് തുടച്ച് വീണ്ടും മടക്കി കുത്തി വെപ്രാളത്തോടെ കയ്യിലേക്കെല്ലാം ഒതുക്കി പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ പാത്തുവിന്റെ വിളി കേൾക്കുന്നുണ്ടായിരുന്നു. എന്തിനും പ്രണവിനെയാണ് ബഷീറിനേക്കാൾ കൂടുതൽ അവിടെ എല്ലാവരും വിളിക്കുന്നത്. ബഷീറിന്റെ പ്രിയപ്പെട്ടവർ അത്രയേറെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതാണ് ആ തറവാട്ടിലെ എല്ലാവർക്കും. വജ്രയും അങ്ങനെ തന്നെ. ഓ ഗോഡ് ബ്രോ, വല്ലതും പറ്റിയോ? റോഡിന് സൈഡിലേക്ക് ചെരിഞ്ഞു വീണ ബൈക്ക് യാത്രികനെ സ്വന്തം വണ്ടി എങ്ങനെയൊക്കെയോ നിർത്തി ഒതുക്കി വെച്ച് ഓടിച്ചെന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വല്ലാതെ പേടിച്ചു പോയിരുന്ന എബി. കൺമുമ്പിലൂടെ ഓവർ സ്പീഡിൽ പോകുന്നുണ്ട്. ഏതവനാണോ വായുഗുളിക വാങ്ങാൻ പോകുന്നതെന്ന് ചിന്തിച്ചേ ഉള്ളൂ. ദേ കിടക്കുന്നു 10-12 അടി മുമ്പിൽ. പ്രമുഖ ഓൺലൈൻ ഫുഡ് ഡെലിവറി ടീമിന്റെ ജീവനക്കാരനാണ് അടുത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത്. മിന്നൽ പോലെയല്ലായിരുന്നു പോക്ക്. വീണ വീഴ്ചയുടെ ആഘാതത്തിൽ വലിയ ബാഗ് ഉരഞ്ഞൊരു പരുവമായിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചിരുന്നുകൊണ്ട് തലക്ക് കാര്യമായ പരിക്കൊന്നും പ്രഥമ ദൃഷ്ടിയായില്ല. പക്ഷേ കാലും കൈയൊക്കെ നല്ലോണം ഉരഞ്ഞിട്ടുണ്ട്. ആവശ്യതയിലും കയ്യിലുള്ള സാധനങ്ങൾ കേടുപാടുകൾ വന്നോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യമായി അയാൾ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല ബ്രോ, സമയത്തിനെത്താൻ വേണ്ടി. കിഴപ്പോടെ പറഞ്ഞ ബാഗിൽ നിന്ന് ഇൻഹൈലർ എടുത്ത് ആഞ്ഞു വലിക്കുന്ന അയാളെ കണ്ട് അലിവ് തോന്നി എബിക്ക്. തെല്ലൊന്ന് ആശ്വാസമായി നീണ്ടതും നേരത്തെ ചിരിയോടെ തന്നെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി എന്ന് പറയാതെ പറഞ്ഞയാൾ എബിയുടെ കൈ അമർത്തി പിടിച്ചു. പിന്നെന്തോ ബോധം വന്ന പോലെ ഞെട്ടിപ്പിടഞ്ഞ വാസിലേക്കും താഴെ വെച്ച ബാഗിലേക്കും നോക്കി. ബ്രോ, ഒക്കെ നാശമായി കാണുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? വലിയ ബാഗിൽ നിന്നൊന്നും പുറത്തേക്ക് പോയിട്ടില്ല. എങ്കിലും അതിലെ കാരിയറുകൾക്ക് കാര്യമായി കേടുപാട് പറ്റിയിരിക്കുന്ന തോന്നലിൽ എബി അങ്ങനെ ചോദിച്ച നേരത്താണ് അയാൾക്ക് കോള് വരുന്നത്. വെപ്രാളപ്പെട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങും മുമ്പേ ആ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ സ്റ്റക്കായി. സെക്കൻഡുകൾക്കുള്ളിൽ ഓഫ് ആവുകയും ചെയ്തു. വീണ വീഴ്ചയിൽ ഫോണിന്റെ കാര്യത്തിൽ തീരുമാനമായെന്നും ഇനി അതിൽ പരാക്രമം കാണിച്ചിട്ട് കാര്യമില്ലെന്നും മനസ്സിലാക്കിയപ്പോൾ ഫോൺ വെച്ച കൈ തന്നെ അരിശത്തോടെ നെറ്റിയിൽ ആഞ്ഞു പതിപ്പിച്ചു. വിയർത്ത് കുളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്തോർത്ത പോലെ ബൈക്കിന്റെ കണ്ടീഷൻ നോക്കിയായിരുന്നു എബിയുടെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ചയാൾ കിതപ്പോടെ നോക്കി. ബ്രോ, എന്നെ ഒന്ന് സഹായിക്കണം, അടുത്ത ജംഗ്ഷനിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അതിനു മുന്നേ എനിക്ക് ആ ഫോണും തരുമോ? മാനേജർ ഒന്ന് വിളിക്കണം. അയാളുടെ പേടിയാവസ്ഥ ഇങ്ങോട്ട് പാവം തോന്നിപ്പോയി എബിന്. കഴിഞ്ഞ ദിവസം കൂടി പപ്പ പറഞ്ഞ ഓർമ്മ വന്നു. ഓർഡർ ചെയ്ത ഫുഡ് 5 മിനിറ്റ് വൈകിയതിന് കൊണ്ടുവന്ന ഡെലിവറി ബോയുടെ മുഖത്ത് ആ ഭക്ഷണമൊക്കെ തേച്ചുരച്ച് വിട്ടത്രേ പുതിയ മാളിന്റെ പണി നടത്തുന്ന കോൺട്രാക്ടർ. പപ്പയൊക്കെ ഇടവിട്ടാണ് ആ പാവൻ ചെക്കനെ കയ്യാങ്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവൻ വഴിയരികിൽ തലചുറ്റി ഒന്നിരുന്നു പോയി കുറച്ചു നേരം. കാരണങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞ് ഒരു ദയവും കാണിക്കാതെ നിന്ന് കുരച്ചപ്പോൾ പപ്പക്കുള്ളിൽ ഉറക്കി കിടത്തിയ സിംഹത്തെ പുറത്തെടുക്കേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞു. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ ഫോൺ അയാൾക്ക് നേരെ നീട്ടുമ്പോഴും വജ്രക്കരികൾ എത്രയും പെട്ടെന്ന് എത്താനുള്ള കൊതി അവനുള്ളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞിരുന്നു. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഇപ്പത്തു ഞാനിതുവരെ എൻ്റെ ജോലിയിൽ പിഴവരുത്തിയിരുന്നു സാർ. കുടുങ്ങിപ്പോയത് ട്രാഫിക്കിൽ, വേഗത്തിക്കാം. അയാൾ സംസാരിച്ചിരുമ്പോഴേക്കും എബി അവന്റെ ബൈക്കുമായി മുന്നിലേക്ക് വന്നിരുന്നു. മറ്റേ ബൈക്ക് ഓരത്തേക്ക് മാറ്റി എബിക്ക് പിന്നിൽ കയറിയിരിക്കുമ്പോഴും അയാൾ താണുകയാണ് സോറി പറയുന്നയാൾക്ക് മറുപറുള്ളയാളോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവന്.
കാര്യം വൈകിയ തെറ്റ് തന്നെയാണ്. ഇയാൾ പറയുന്നത് സത്യമോ നുണയെന്ന് ബോധ്യപ്പെടാതെ ആ മാനേജർ ക്ഷമിക്കാനും പറ്റില്ലെന്നുള്ളത് വാസ്തവം. പക്ഷേ ഈ മനുഷ്യന്റെ അവസ്ഥ, തൊലിയുരഞ്ഞ് ചോര പിടിഞ്ഞ അവശനായി നിൽക്കുന്ന നേരിൽ കാണാൻ തനിക്ക് ഭൂമിയോളം എന്നവരെ ക്ഷമയാചിക്കുന്ന കാണുമ്പോൾ മനുഷ്യ സഹജമായ ദേഷ്യം തോന്നില്ലേ? ബ്രോ, ഒത്തിരി വൈകിയ ഡെലിവറി? ആരാ ചോദിക്കുമ്പോഴും അയാൾ അസ്വസ്ഥയുടെ വാച്ചിലേക്കും പിന്നിലേക്കുമൊക്കെ നോയിക്കൊണ്ടിരുന്നു. ബ്രോ റിലാക്സ്, കാര്യം പറഞ്ഞ കസ്റ്റമർക്ക് മനസ്സിലാവില്ലേ? ഞാൻ വേണമെങ്കിൽ പറയാം അവരോട്. ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്, ഈ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യാൻ നമുക്ക്. സാധനം കൊടുത്ത ശേഷം നേരെ അങ്ങോട്ട് പോവാം. എബിയുടെ വാക്കുകൾ കേട്ട് സൗമ്യമായ അയാളൊന്ന് ചിരിച്ചു. അതൊന്നും വേണ്ടോ, എന്നോട് ഇറക്കിയാൽ മതി. ഈ ചീത്തകളെയും പണിഷ്മെന്റൊക്കെ ഞങ്ങൾക്ക് ശീല. ഇത്തിരി കൂടെ സ്പീഡ് കൂട്ടുമോ പ്ലീസ്? ഇനി സ്പീഡ് കൂട്ടിയാൽ നേരത്തെ ബ്രോ വീണ പോലെ നമ്മൾ രണ്ടും താഴെ കിടക്കും. ചിരിയോടെ പറഞ്ഞ് മിററിലൂടെ അയാളെ നോക്കിയപ്പോഴാണ് അയാളും ചിരിയോടെ മൊബൈൽ നീട്ടുന്നത്. തനിക്കൊരു ഏഞ്ചലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മാലാഖേക്കാണോ പോക്കാണോ ഇത്? ഞാനൊരു വഴിമുടക്കായല്ലേ, സോറിഡോ. അവസാന വാചകത്തിലെത്തിയപ്പോഴേക്കും വല്ലാത്ത വിഷമം കലർന്നിരുന്നു. എബിയാണെങ്കിൽ ഉത്സാഹം നിറഞ്ഞ ചിരിയോടെ കൺചിമ്മി കാണിച്ച് ഫോണിനായി സൈഡിലേക്ക് കൈ കാണിച്ചു. അവനെന്തെങ്കിലും തിരികെ പറയും മുമ്പേ വണ്ടി നിർത്താൻ പറഞ്ഞ അയാൾ ധൃതിയിൽ അവന്റെ പുറത്തെട്ടി. ബ്രോ കുറച്ചുകൂടെ അപ്പുറത്തല്ലേ പറഞ്ഞേ? മടിയിലുള്ള വലിയ ബാഗ് വലിച്ചെടുത്ത് ബൈക്കിൽ നിന്ന് അയാൾ ചാടിയിറങ്ങുമ്പോൾ എബി ബാലൻസ് ചെയ്യുന്ന പണിവിട്ടാണ്. അവിടെ ആ ഷോപ്പിലേക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ കയറിയിട്ടുണ്ട്. ഇതിലൊരു ഫുഡ് ഐറ്റം അവന് കൊടുക്കണം. മിസ്സായെന്ന് എഴുതിയതാ, ഇല്ല ഞാൻ വീണ്ടും ചുറ്റിപ്പോയേണ്ടി വന്നേനെ. വൈഫിനെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കേണ്ട ഡേറ്റാണ്. ആ ടെൻഷനൊക്കെ ആയിട്ട് നേരത്തെ മനസ്സൊന്ന് കൈവിട്ട് പോയി. ഓടേട്ടോ, ഇനിയൊന്നും ശരിയാവില്ല. ഒത്തിരി താങ്ക്സ് ഇടും. ദൈവത്തെ പോലെയാ താൻ്റെ മുമ്പിൽ വന്നേ. പേര്? ഫോൺ കയ്യിലേക്ക് കൊടുത്ത് ചിരിയോടെ പറയുമ്പോഴും കൂട്ടുകാരനകരെയുള്ള ഷോപ്പിലേക്ക് തലയേരി ചേന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. എബിൻ മാത്യൂസ്. വീട്? ചിരിയോടെ ഒത്തിരി അനുകമ്പയോടെ അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും താങ്ക്സ് എബിൻ എന്ന് പറഞ്ഞ് പരിക്കൊന്നും കാര്യമാക്കാതെ ഓടിപ്പടഞ്ഞ ആ വളവിലേക്ക് തിരിഞ്ഞു. പാവം. നെടുവീർപ്പോടെ അയാൾ പോകും വഴിയെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് നേരത്തെ മെസ്സേജ് വന്ന കാര്യം ഓർത്ത്. അയ്യോ, ധൃതിയിൽ ഓപ്പൺ ചെയ്തു. എവിടെയാ ബി? ഞാൻ എത്ര ആയിട്ടോ? ഒത്തിരി വൈകല്ലേ? അക്ഷമയോടെ അത്രമേൽ സ്നേഹം ചാലിച്ച് വാശി പിടിക്കും പോലെയുള്ള ആ പറച്ചിലും അതിന്റെ താളവും കേട്ട് അവരൊന്ന് ശ്വാസം നീട്ടി വലിച്ച് ശക്തിയിൽ പുറത്തേക്ക് എടുത്തു. പപ്പയുടെ ഷോപ്പിലൊന്ന് അത്യാവശ്യമായി കയറേണ്ടി വന്നെന്ന് മെസ്സേജ് അയച്ചിരുന്നു നേരത്തെ. വരുന്നിടി വേണേ. അവളെ കാണാനുള്ള ധൃതിയും കൊതിയും ആ സ്വരത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്നു. ഉള്ളമല്ലാതെ ത്രസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വേഷത്തിൽ അവളെ കാണുമ്പോൾ നെഞ്ചു കിടന്ന് തുള്ളുന്ന അനുഭവിച്ചറിയാൻ ഒരു തരം ഉന്മാദം. ബൈക്കിന് ഒരൽപ്പം വേഗത കൂട്ടിയവൻ ഓട്ടോയിൽ വന്നിറങ്ങിയ വജ്രയെ കണ്ട് ശ്വാസം പിടിച്ചു വെച്ചാണ് പ്രണവ് നോക്കാതെ നോക്കിയത്. ആ ഒരൊറ്റ നിമിഷത്തിൽ തന്റെ കണ്ണിലുണ്ടായ തിളക്കവും ഭാവവും ആളുടെ മനസ്സിലേക്ക് തീ പൊരിയെറിയുന്നതിന് തുല്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഡെക്കറേഷൻ പൂർത്തിയായ പില്ലറിന് അഭിമുഖമായി പെട്ടെന്നൊന്ന് തിരിഞ്ഞെന്ന് കണ്ണിറുക്കി അടച്ചു തുറന്നു. ശ്വാസമൊന്ന് നീട്ടിയെടുത്തു. ആദ്യമായിട്ടാണ് സാരിയിൽ കാണുന്നത്. പൊതുവെ കുർത്തയും ജീനും അല്ലെങ്കിൽ ഒക്കേഷണലി ഫ്രോക്ക് ഗൗണ്, ടീഷർട്ടും ജീനും ഇതൊക്കെയാണ് വജ്രയുടെ ഇഷ്ടങ്ങൾ. ഇന്നിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മറ്റേത് ഡ്രസ്സിനെക്കാളും ഇതാണ് കൂടുതൽ ചേരുന്നതെന്ന് നിസ്സംശയം പറയാം. അത്ര അഴക്. അറിയാതെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. പക്ഷേ ക്ഷണനേരം കൊണ്ട് തന്നെ കണ്ണിൽ നീര് പൊടിഞ്ഞു. ഇനിയൊരു നോട്ടം കൊണ്ടുപോലും അവളുടെ സന്തോഷത്തിന്മേൽ കരിനിഴലായി മാറരുത്. ആ കുഞ്ഞുമുഖം പൂർണ്ണചന്ദ്രന്റെ ശോഭയോടെ എന്നും തെളിഞ്ഞു നിൽക്കണം. പുഞ്ചിരിയോടെ നിൽക്കണം അവൾ എന്നും. അത്രേ വേണ്ടു തനിക്ക്. തന്റെ നെഞ്ചിൽ ചവിട്ടിയാണെങ്കിൽ പോലും അവളെ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് കയറ്റണമെന്നേ ചിന്തിക്കുന്നുള്ളൂ ഇപ്പോൾ. കണ്ണു തുടച്ച് മുഖത്ത് ചിരി വരുത്തി ഉള്ളിലെ പിടപ്പതുക്കി പിടിച്ച് അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. ഓട്ടോക്ക് പണം കൊടുത്ത് മുഖമുയർത്തി നോക്കിയതും പ്രണവിനെ കണ്ട് നിറഞ്ഞ ചിരിയോടെ അവനടുത്തേക്ക് ഓടി വരുന്ന വജ്രയെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തോടെ 1000 കണ്ണുകളോടെന്ന പോലെ അവൻ നോക്കി. ഡാ കൊള്ളാവോ? കൈത്തണ്ടയിൽ പിടിച്ച് ആകാംക്ഷയോടെ ചോദിക്കുന്നവളെ കണ്ട് കുസൃതിയോടെ അവൻ ചിരിച്ചു. ആരിത്? കാവിലെ ഭഗവതി നേരിട്ട് വന്നോ? എന്തേ വാളെടുത്തില്ലേ? ആ ചോദ്യവും കുലുങ്ങിയുള്ള ചിരിയും ആളുടെ മൂക്ക് ചോപ്പിച്ചു. കണ്ണുകൾ കൂർത്തു. അവന്റെ പുറത്തിനിട്ട് നല്ലോണം ഒരു കുത്തിയിട്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. പൊട മരമാക്രി, അവന്റെ ഒരു വലിയ തമാശ. സ്നേഹമില്ലാത്ത ചാട, സ്നേഹമില്ലാത്ത ഡോങ്കി. ചുണ്ടുകൂട്ടി പിന്നെയും കൈത്തണ്ടയിൽ അടിച്ച് ചീത്ത പറയുമ്പോൾ ഓർമ്മകളിൽ ആ പഴയ വജ്രയും മുമ്പിൽ നിൽക്കുന്ന അവളുടെ പ്രിയപ്പെട്ട പ്രണവുമായിരുന്നു. അവസാനത്തെ വാചകം കേട്ട് അവന്റെ ഉള്ളു പിടഞ്ഞു. സ്വയം നിന്നയോടെ വേദനയോടെ അവൾ കാണാതെ വിരലുകൾ കണ്ണിലൊന്ന് അമർത്തി മാറ്റി. സ്നേഹമില്ലാത്തവനോ? നിന്നുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തനായിട്ട് മാറി എന്നെയാണോ വജ്ര നീ ആ വിളിക്കുന്നത്? അതുമാത്രം വേണ്ട കേട്ടോ. ഇനി ഒരാൾക്ക് ഒരു കണിക വലിപ്പത്തിൽ പോലും കൊടുക്കാറിനി എന്റെ നെഞ്ചിലെ സ്നേഹം ഇല്ലടി. നിനക്ക് മാത്രമായെന്നോ ഒഴുകി ആ ഉറവ വജ്ര എന്ന പേരിൽ മാത്രം ജന്മം കൊണ്ടതാ. ആ എന്നെ അങ്ങനെ വിളിക്കരുത് നീ. മനസ്സ് നീ ഒരാളെ മാത്രം കണ്ട് തുടിക്കുന്ന വസ്തുവാണ് എന്നിലിപ്പോ എന്റെ ജീവനാധാരം. ആളുടെ ചെവി പിടിച്ചൊന്ന് തിരിക്കുമ്പോൾ ഉള്ളിലെ സങ്കടവും സ്നേഹവും പുറത്തു വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അവൻ. ഉപദ്രവിക്കുന്നോടി കുട്ടിത്തേവാങ്കേ.
ചിരിയോടെ പിടിവിട്ട് അവളെ കൈ രണ്ടും തടഞ്ഞ് കൂട്ടിപ്പിടിച്ചു. നീ പണ്ടേ സൂപ്പർ ലേഡി പോത്തെ, ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണോ? ആളുടെ മുഖം തെളിയുന്നു. പുഞ്ചിരിയോടെ കൺചിമ്മി കാണിച്ചും കണ്ടവന് ചിരി വന്നു. നീ സൂപ്പറായിട്ടുണ്ട്, താളിൽ കൊഞ്ചിച്ച് പറയുമ്പോൾ അവനും കൺചിമ്മി കാണിച്ചിരിച്ചു. ഉള്ളിൽ നിന്നും ബഷീർ വിളിക്കുന്ന കേട്ടപ്പോൾ രണ്ടാൾ ഒരുമിച്ച് അകത്തേക്ക് കടന്നു. പന്തലിന് അങ്ങേയറ്റത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയെടുത്ത് ബൈക്ക് വെച്ചിറങ്ങുമ്പോൾ എബിയുടെ കണ്ണുകൾ പരിസരം മുഴുവൻ പാഞ്ഞടന്നു. ചെറിയൊരു മണ്ഡപം പോലെ സെറ്റ് ചെയ്തതിനടുത്തായി ഒത്തിരി പെൺകുട്ടികളും കുട്ടികളും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ബഹളമാണ്. ആളെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ട് അവന്റെ നെഞ്ച് പതിവിലധികമായി തുള്ളുന്നുണ്ട്. വീണ്ടും മുന്നിലെത്തിയതും ബഷീറും പ്രണവ് ഇറങ്ങി വരുന്ന കണ്ട് അവൻ പുഞ്ചിരിയോടെ അടുത്തേക്ക് ചെന്നു. ബഷീർ എബിയെ കണ്ടതും നിറഞ്ഞ ചിരിയോടെ ഹഗ് ചെയ്തു. പ്രണവ് പിന്നെ നോക്കാതെയുമുള്ളൊരു ചിരി കൊടുത്തു. മടിച്ചു നിൽക്കുന്ന അവനെ എബിൻ കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് നിന്നൊന്ന് പുണർന്നു. ഞെട്ടിപ്പോയി പ്രണവ്, പരിഭ്രമിച്ചു പോയി. ആകെപ്പാടെ ഒരു ചമ്മലും. തിരിച്ചു പുണരാൻ അവന്റെ കൈ ഉയർന്നില്ല. അദൃശ്യമായതല്ല, തെളിഞ്ഞ മതിൽക്കെട്ട് തന്നെയുണ്ട് അവനോടുള്ള സമീപനത്തിൽ ഇപ്പോഴും മനസ്സിൽ. അത് തകരാനും എബി എന്ന് മായം കലരാതെ സ്നേഹത്തോടെ വിളിക്കാനും ഈ ജന്മം കഴിയുമോ എന്ന ചിന്തകളുടെ പിടിവലിയിൽ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ബുദ്ധിയും ഹൃദയവും തമ്മിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.